ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 12 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കലാശപ്പോരിന് അരയും തലയും മുറുക്കി മുന്നണികൾ രംഗത്തിറങ്ങുകയാണ്. ഇടത് ദേശീയ നേതാക്കൾ നാളെ കേരളത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും പ്രചരണം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ കേരളത്തിൽ വളരെയധികം ചർച്ചയാകുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. വിഷു ആശംസകൾ. തീർച്ചയായും തിരിച്ചും വിഷുദിനാശംസകൾ. അതായത് തെരഞ്ഞെടുപ്പ് കാലം അടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസത്തിന് ഇനി 12 നാൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യം. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയം വളരെയധികം മാറി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. UDF-ന് തികച്ചും ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ വയനാട്ടിലെ എം ഹസൻ പറഞ്ഞതുപോലെ തന്നെ പതാക ഒഴിവാക്കുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും സ്വന്തം പതാകയൊന്ന് ഉയർത്തി കാണിക്കാൻ പോലും പേടിയുള്ളവരാണോ ലോക്സഭയിൽ ഈ ഒരു RSS അജണ്ടയ്ക്ക് വേണ്ടി രാജ്യത്ത് ഉയർന്നു വരുന്ന RSS അജണ്ടയെ പ്രതിരോധിക്കാൻ എത്തേണ്ടതാ എന്ന ഒരു വലിയ ചോദ്യം നമുക്ക് മുന്നിലേക്ക് ഉയർന്നു വരികയാണ്. അഞ്ജന, അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി 12 നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് മുന്നണികളുടെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 10 ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. എല്ലാവരും മണ്ഡല പര്യടനങ്ങളിലാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ. ഇന്ന് വിഷുദിനമായാലും സ്ഥാനാർത്ഥികൾ സ്വകാര്യ സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നില്ല. സ്വകാര്യമായി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തുകയും വ്യക്തികളെ കാണുന്നതിനൊക്കെയുള്ള പ്രധാന മുൻഗണന നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലാകമാനം സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. വൈകിട്ടോടുകൂടി ചില സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മണ്ഡല പര്യടന പരിപാടികളുമുണ്ട്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ്റെ പര്യടന പരിപാടി ഇന്ന് വൈകിട്ട് 3 മണിക്ക് പാറശാലയിലാണ് നടക്കുക. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സമാനമായ പരിപാടികളും ചില സ്വകാര്യ വ്യക്തികളുടെ സന്ദർശനങ്ങളുമായി ഇന്നത്തെ ദിവസം അവധി ദിവസങ്ങളിലും മുന്നോട്ട് പോകുന്നുണ്ട്. ശക്തമായ മത്സരങ്ങളിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. കാരണം പരമാവധി വോട്ടർമാരെ കാണുക, ഒപ്പം തന്നെ ഇനി തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ ഓരോ ദിവസവും നേരത്തെ അഞ്ജന പറഞ്ഞതുപോലെ മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ പൊട്ടി പുറപ്പെടുന്നത് ഇനി വരുന്ന 10 ദിവസക്കാലമാണ്. ദേശീയ നേതാക്കൾ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വരുന്ന ആഴ്ചയൊക്കെ തന്നെ ദേശീയ നേതാക്കളുടെ ബാഹുല്യം സംസ്ഥാനത്ത് ഉണ്ടാകും. ഇടത് ദേശീയ നേതാക്കൾ CPIM-ൻ്റെയും CPI-യുടെയും ദേശീയ നേതാക്കൾ നാളെ മുതൽ കേരളത്തിൽ പര്യടന പരിപാടികളുമായി മുമ്പോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങിയാണ് കേരളത്തിൽ LDF-ൻ്റെ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം മണ്ഡല പര്യടന പരിപാടികളുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബിയും പ്രധാന കേന്ദ്രങ്ങളിൽ എല്ലാ 20 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുയോഗങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഇപ്പോൾ പര്യടന പരിപാടി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ദേശീയ നേതാക്കൾ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, തപൻ സെൻ, അതോടൊപ്പം തന്നെ സുഭാഷിണി അലി, വിജു കൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെത്തിച്ചേരും. ഒപ്പം തന്നെ CPI-യുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ അടുത്ത ദിവസങ്ങളിൽ തിങ്കളാഴ്ച മുതൽ ഉള്ള പര്യടന പരിപാടികളിൽ കേരളത്തിലുണ്ടാകും. അങ്ങനെ സജീവമായി ദേശീയ നേതാക്കൾ ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധി വയനാട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ എത്തുന്ന വിവിധ പര്യടന പരിപാടികൾ രാഹുൽ ഗാന്ധിക്കുണ്ട്. DK ശിവകുമാർ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത്, അദ്ദേഹം ആലപ്പുഴയിലും വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം പര്യടന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരത്തുള്ള പ്രത്യേക യോഗങ്ങളിൽ, പാർലമെൻറ്റ് മണ്ഡലത്തിലെ യോഗങ്ങളിൽ അദ്ദേഹം തിങ്കളാഴ്ച എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ എത്തുകയാണ്. അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തുന്നു. ഈ വിവിധ കേന്ദ്രങ്ങളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അങ്ങനെ ദേശീയ നേതാക്കളുടെ വലിയ നിരയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ദിവസങ്ങളിലായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ പറഞ്ഞ 12 ദിവസം ഉണ്ടാകാൻ പോവുക. ഒപ്പം തന്നെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വിഷയങ്ങൾ, മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങളിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തു വരുന്നു. അതിനുശേഷം ദേശീയ പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടിയാണ്, ഇതുവരെ അദ്ദേഹം ഒരു പൊതുവായ അഭിപ്രായം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയില്ല. മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയില്ല. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ശേഷമാണ് ദില്ലിയിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. പ്രകടന പത്രികയിൽ ഒരു വാക്ക് പോലും പൗരത്വ നിയമത്തെക്കുറിച്ചും കശ്മീർ വിഷയത്തെക്കുറിച്ചും പറഞ്ഞിരുന്നില്ല. അതിനുശേഷം
അതിനുശേഷം കേരളത്തിലും മലയാളത്തിൽ പ്രകടന പത്രിക പുറത്തിറക്കി. അത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എം എം ഹസനും ചേർന്നാണ് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ ഇത് പ്രകടന പത്രിക പുറത്തിറക്കിയത്. അന്ന് തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. അത് പുറത്ത് എഴുതി ഒട്ടിച്ചിരുന്ന ഫ്ലക്സുകളിലും ബോർഡുകളിലും ഒക്കെ തന്നെ ഈ ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ പൗരത്വ നിയമം പിൻവലിക്കും എന്ന് എഴുതി ഒട്ടിച്ചിരുന്നു. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ സശ്രദ്ധം പ്രകടന പത്രികയിൽ ഇത് കേരളത്തിലെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കി. പക്ഷേ അത് പ്രകടന പത്രികയിൽ CAA വിഷയം, പൗരത്വ നിയമം ബോധപൂർവം തന്നെ അവർ ഒഴിവാക്കിയിരുന്നു. അത് തുടർന്ന് വലിയ വിവാദത്തിലേക്ക് പോയി. മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. അതിനുശേഷമാണ് ആ പ്രകോപനത്തോടു കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹസനും ഒപ്പം തന്നെ വി ഡി സതീശൻ ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമം നടത്തി. പക്ഷേ അത് അദ്ദേഹം 8-ാം പേജിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി 8-ാം പേജിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ് 8-ാം പേജ് ഉയർത്തിക്കാട്ടിയതിന് മുഖ്യമന്ത്രി മറുചോദ്യം ഉന്നയിച്ചു. അതിൽ വ്യക്തമായ മറുപടി കോൺഗ്രസിന് UDF പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം UDFിൻ്റെ കൺവീനറും നിലവിലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള എം എം ഹസൻ തങ്ങളുടെ പ്രകടന പത്രികയിൽ എന്ത് ഉൾപ്പെടുത്തണമെന്ന കാര്യം തങ്ങളാണ് തീരുമാനിക്കുന്നത്, അത് AK സെൻറ്ററിൽ നിന്ന് CPIM അല്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതുകൊണ്ട് ഏറെക്കുറെ അസഹിഷ്ണുമായ, പ്രകോപനപരമായ, ക്ഷുഭിതമാകുന്ന നിലപാടിലേക്ക് UDF പോകുന്നു. കാരണം ഉത്തരം മുട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഒപ്പമാണ് വയനാട് പതാകകൾ, പാർട്ടി പതാകകൾ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പതാകകൾ മാറ്റിയുള്ള പ്രചരണത്തിലേക്ക് കോൺഗ്രസ് കടന്നത്. കാരണം ലീഗിൻ്റെ പതാക ഉയർത്തിയാൽ അത് വലിയ തരത്തിൽ ഉത്തരേന്ത്യയിൽ അത് BJP കോൺഗ്രസിനെതിരെ പ്രചരണ ഉപാധിയാക്കി മാറ്റും എന്ന ഭയമാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഹസൻ പറഞ്ഞത് തങ്ങൾ പതാക ഉണ്ടാകില്ല, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പതാക ഉണ്ടാകില്ല, പകരം ചിഹ്നം മാത്രമേ ഉണ്ടാകൂ എന്ന് ഹസന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പോലും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിനെ പോലും ഈ കാര്യത്തിൽ BJPയെ ഭയന്ന് തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് പരോക്ഷമായെങ്കിലും ലീഗിൻ്റെ കൊടി ഉയർത്താൻ മടിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് അധപ്പതിക്കുന്നു. ഒപ്പം തന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന് UDFന് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ലീഗ് അടക്കമെന്ന ഘടകകക്ഷിക്ക് വല്ലാത്ത അതൃപ്തിയുണ്ട്. രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, പൗരത്വ നിയമത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധി പോലും ഇതുവരെ തുറന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല, പരസ്യമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ പാർട്ടി പതാക പോലും ലീഗിൻ്റെ അണികൾക്ക് തങ്ങളുടെ പാർട്ടിയുടെ പതാക ഒളിപ്പിച്ച് കയ്യിൽ വെക്കേണ്ട സ്ഥിതിയിലേക്ക് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പര്യടനം മാറുന്നു. അങ്ങനെ പ്രതിസന്ധിയിലേക്ക് ലീഗും UDFും കോൺഗ്രസും പോകുന്നു. മുഖ്യമന്ത്രി ഉയർത്തിയ ചോദ്യങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയ കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നത്. അഞ്ജന നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്ന 10 ദിവസം, 12 ദിവസക്കാലം ഏറെ നിർണായകമാണ്. അവസാന ഘട്ട വോട്ടർമാരെ ഓരോരുത്തരെയും വീണ്ടും കണ്ട് തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള നിലപാടിലും ശക്തമായ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലുമാണ് മുന്നണികൾ. ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നിർണായകമായ ചില സമ്മർദ്ദ കക്ഷികളുടെയൊക്കെ തന്നെ നിലപാടുകൾ പരസ്യമായി വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് അടിയൊഴുക്കുകൾ ഉണ്ടാകാനുള്ള നീക്കങ്ങളുണ്ടാകും, ചില വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും. അതൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത്. അഞ്ജന. തീർച്ചയായും എന്തായാലും അടിയൊഴുക്കുകളുടെ ഒരു കൃത്യമായ നിലപാട് പറച്ചിലിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കാലമായി മാറും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. 12 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. കേരളത്തിലെ UDF വളരെയധികം പ്രതിസന്ധിയിലായ ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. CAA പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയാൻ പോലും തയ്യാറാകാതെ എന്തടിസ്ഥാനത്തിലാണ് പിന്നെ തങ്ങൾ 8-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്, പ്രകടന പത്രികയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ന്യായം വയ്ക്കുകയാണ് നേതാക്കൾ. അല്ലാതെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൃത്യമായ ശബ്ദമുയർത്താൻ, അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാട് പറയാൻ എന്തുകൊണ്ട് UDFന് സാധിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം തന്നെ ഉയർന്നു വരികയാണ്.